ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ കാരണം ഇതിപ്പോൾ ഒരു 7:30 സമയമാണ്. ഞാനിങ്ങനെ പല്ല് തേച്ചതേ ഉള്ളൂ. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഇൻലോസ് വരുന്നുണ്ട്. സോ ഒരു ചെറിയൊരു അവരുടെ ഉള്ള അത്ര നേരം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് പോലെ ആവും തരത്തില്ല, എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരിപ്പോൾ എത്തി. ഇത്ര നേരത്തെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവർ നേരത്തെ എത്തി. അപ്പോൾ ഞാൻ ഇനി പെട്ടെന്ന് എനിക്കൊന്ന് മേലെ ഇടണം. രാത്രി ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഡ്രസ്സ് മാറാൻ പറ്റില്ല. ഭയങ്കര ദേഹമൊക്കെ ആകെ വേർതിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാക്കി അവർ വരുമ്പോൾ വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണണേ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുളിയല്ല, മേല് കഴുകി. നല്ല സുഖമുണ്ട്. രാവിലെ ഒരു മഴയും പെയ്തുകൊണ്ട് അത്ര വലിയ ചൂടില്ല. ഞാനിനി പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് സ്കിൻ കെയർ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇത്ര വേഗം അങ്ങോട്ട് ഞാനിവിടെ വീട്ടിച്ചില്ല. ഞാൻ അവിടെ നല്ല സുഖമായിട്ട് കടന്നു. അപ്പോൾ പപ്പായും മമ്മി എത്തി. അവരൊരു 5:45 കഴിഞ്ഞ സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ചൂടിന് മുന്നേ, പെട്ടെന്നൊരു ചൂട് വരുന്നതിന് മുന്നേ അവർക്ക് വീട്ടിൽ വരാൻ പറ്റി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കരുതിയിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും അമ്മച്ചിയും വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ 3 ആഴ്ച അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും അത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പും നമ്മൾ വിശേഷങ്ങളൊക്കെ പിന്നെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അവരൊന്ന് തന്നെ പോകും. അവർക്ക് നാളെ പെസഹ വ്യാഴമൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് മീറ്റിങ്ങും കാര്യങ്ങളുണ്ട് ചർച്ചിൽ. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചു പോവും. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച ശേഷം രണ്ടുപേരും അത്രയും ദൂരത്തുനിന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും പിന്നെ കുറച്ചേരം കിടന്നുറങ്ങി. പിന്നെ ഇതിപ്പോൾ ഇതെൻ്റെ പുതിയ ശീലമല്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെ കമ്പിളിനൂല് വെച്ച് ഓരോന്നൊക്കെ തയ്ക്കുകയും മാറ്റ് തയ്ക്കുകയും ക്യാപ്പ് തയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പം ചുമ്മാ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി ഇതാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തയ്ക്കുക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് സാമിൻ്റെ വീട്ടിലൊന്ന് പോകണം. അവിടെ അമ്മച്ചിക്ക് തീരെ വയ്യ. അമ്മച്ചിയെ കാണാനായിട്ട് പോകണം. അമ്മച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പപ്പായും മമ്മിയും വന്നപ്പോൾ അവർക്കും കാണണമെന്ന് പറഞ്ഞു. ഞാനും പോയി കണ്ടില്ല. പിന്നെ ഈ വഴി ഞങ്ങൾ അവിടെ പോയി കണ്ടു. ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല. ഇതങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ പുതുപ്പള്ളിയുടെ അടുത്തൊരു കടയുണ്ട്. 18 വർഷമായിട്ട് അവരിങ്ങനെ സ്നാക്സൊക്കെ വെക്കുന്നത് നല്ല സൂപ്പർ, ഒരുപാട് സ്നാക്സ് ഉണ്ട്. നല്ല രസമാണ്. ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് കച്ചവടം നടക്കുന്ന ഒരു നല്ല കടയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സാധനമെല്ലാം വാങ്ങിച്ചിട്ടാണ് പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അമ്മച്ചിയുടെ സിറ്റുവേഷനെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊന്നും അതൊക്കെ ഒരു വിഷമമുള്ള കേസായിട്ട് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അവർ ഈ വഴി തന്നെ പോയി. KSRTC നമ്മൾ കൊണ്ടുവിട്ടു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചെന്നപ്പോൾ തന്നെ വണ്ടി കിട്ടി. ചൂടിൻ്റെയാണ്, മുഖമൊക്കെ ആകെ അങ്ങ് ഡള്ളായി തിരിച്ചു പോകുന്നപ്പോഴത്തേക്കും. പിന്നെ അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും കറങ്ങി നിന്നില്ല. അവരെ വണ്ടി കയറ്റി വിട്ടിട്ട് അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്